ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ CISF ഉദ്യോഗസ്ഥരെ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുവരികയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അങ്കമാലി തുറവൂർ സ്വദേശി ഐവിൻ ജിജോയാണ് കൊല്ലപ്പെട്ടത്. കാറുകൾ ഉരസിയതിനെ തുടർന്നുണ്ടായ ഒരു വാക്കുതർക്കം അതാണ് ഇത്തരത്തിൽ വലിയൊരു കൊലപാതകത്തിലേക്ക് നീങ്ങിയത്. അതിക്രൂരമായി യുവാവിനെ 1 കിലോമീറ്ററോളം ബോണറ്റിൽ വലിച്ചു കൊണ്ടുപോയ ശേഷം സഡൻ ബ്രേക്ക് ഇട്ട് യുവാവിനെ റോഡിലേക്ക് ഇടുന്നതിനിടെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ അടക്കം പിടിയിൽ ഈ പ്രതികളാകുന്നത്. What is the way to? Going to the temple. I want for you. This is the way to what? Why did you join medicine? I want the police. രണ്ടുപേര് റോഡിൽ കമന്നടിച്ച് കിടക്കുന്ന അവസ്ഥയാണ്, അനക്കമില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് 5 മിനിറ്റിനുള്ളിൽ പോലീസും വന്നു. അപ്പോൾ ഇയാളെ ഇപ്പോൾ നമുക്ക് എടുത്ത് ഒരു കാറിലോ ജീപ്പിലോ മറ്റു വാഹനത്തിലോ കൊണ്ടുപോകാൻ പറ്റുന്ന അവസ്ഥയിൽ അത്രയ്ക്ക് അവശതയായിട്ടുള്ള ആൾ കിടന്നിരുന്നത്. ഒരു ശരീരത്തിൻ്റെ ഭാഗം അരഞ്ഞ് വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ തന്നെ ആംബുലൻസിൽ വിളിച്ച് ആംബുലൻസിൽ കയറ്റി ആളെ LF ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചറിൽ ഇറക്കുന്ന സമയത്ത് വാഹനത്തിൽ മരം കിടപ്പുണ്ട്, കട്ടച്ചോര കിടപ്പുണ്ട്, മൂക്കിൽ നിന്നും വായിൽ നിന്നും കട്ടച്ചോര ഒലിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ആളെ കണ്ടത്. അതിൽ വാഹനം തടഞ്ഞു നിർത്തി. ഇതേപോലെ സ്വാഭാവികമായിട്ട് ബോണറ്റിൽ കിടക്കുന്ന ആൾ എന്നെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടായ ആള് വണ്ടി തടഞ്ഞു നിർത്തി. ആ തടഞ്ഞു നിർത്തിയപ്പോഴാണ് വാഹനത്തിലെ മറ്റുള്ള ആൾ ഓടി രക്ഷപ്പെട്ടത്. ഈ വാഹനം ഓടിച്ച ആൾ ഇപ്പോൾ പ്രതി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള ആൾക്ക് അനങ്ങാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. അയാൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല.